ആലപ്പാട് ബംഗ്ലാവിന്റെ വലിയ ജനാല ചില്ലുകൾ വന്ന് ശക്തമായി തല്ലിപ്പെയ്യുന്ന ജൂലൈ മാസത്തിലെ കനത്ത കർക്കിടക മഴ പുറത്തിരുൾ മൂടിക്കിടക്കുകയായിരുന്നു. ഇടയ്ക്കിടെ ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് പാഞ്ഞു പോകുന്ന മിന്നൽ പിണരുകൾ ആഡംബരം നിറഞ്ഞ ആ സ്വീകരണ മുറിയെ കൂടുതൽ ഭീതിജനകമാക്കി മാറ്റി. എന്നാൽ പുറത്തെ പ്രകൃതിയേക്കാൾ വലിയൊരു കൊടുങ്കാറ്റ് ആ മുറിക്കുള്ളിൽ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. തറവാട്ടുനാഥനായ തോമസ് ആലപ്പാട്ടിന്റെ മുഖം ദേഷ്യം കൊണ്ടും അപമാനം കൊണ്ടും ചുവന്നു തുടുത്തിരിക്കുന്നു. അയാൾ ഹാളിലെ വലിയ സോഫയ്ക്ക് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുകയാണ്. അയാളുടെ ദേഷ്യത്തിന് കാരണക്കാരനായ മകൻ ക്രിസ്റ്റി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ മുന്നിലെ ചില്ലുമേശപ്പുറത്ത് കാലിന്മേൽ കാല് വെച്ച് സോഫയിൽ ചാരിയിരിപ്പുണ്ടായിരുന്നു. അവന്റെ ചുണ്ടിൽ പടർന്നു നിന്ന പരിഹാസ ചിരി തോമസിന്റെ ദേഷ്യം ഇരട്ടിയാക്കി. നാട്ടിലെ വലിയൊരു എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെയും ബിസിനസ് സാമ്രാജ്യത്തിന്റെയും ഉടമയായ തോമസ് ആലപ്പാട്ടിന് മുന്നിൽ എല്ലാവരും വിറപ്പിച്ചു നിൽക്കുമ്പോൾ സ്വന്തം മകൻ മാത്രം അയാളെ ഒരു പുല്ല് പോലെയാണ് വിലയിരുത്തിയത്. ക്രിസ്റ്റിയുടെ കയ്യിൽ പകുതി ഒഴിഞ്ഞൊരു മദ്യ ഗ്ലാസ് ഉണ്ടായിരുന്നു. അവനത് മേശപ്പുറത്തേക്ക് ശബ്ദത്തോടെ വെച്ചു. നിനക്കൊന്നിനോടും ഒരു വിചാരമില്ലേ ക്രിസ്റ്റി? ഈ തറവാടിന്റെ പേരും പ്രശസ്തിയും നീ ഇങ്ങനെ തെരുവിൽ കൊണ്ടുപോയി കളയുകയാണോ? നിന്റെ ഈ താന്തോന്നിത്തരം കണ്ടു മടുത്തു. നാട്ടുകാർ എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. നിന്റെ ഈ പോക്ക് നേരെയാക്കാൻ എനിക്കറിയാം. തോമസ് ഉറക്കെ ഒച്ച വെച്ചു. അയാളുടെ ശബ്ദം ആ വലിയ ഹാളിൽ പ്രതിധ്വനിച്ചു. ക്രിസ്റ്റി പതിയെ തല ഉയർത്തി അപ്പനെ നോക്കി. അവന്റെ കണ്ണുകളിൽ മദ്യത്തിന്റെ ലഹരിയേക്കാൾ കൂടുതൽ അഹങ്കാരവും വാശിയുമായിരുന്നു. എൻ്റെ കാര്യത്തിൽ അപ്പൻ പേടിക്കേണ്ട എന്ന് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. അതിന് അപ്പൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. ക്രിസ്റ്റി തികച്ചും ശാന്തമായി എന്നാൽ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. ആ മറുപടി കേട്ടതും തോമസിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അയാൾ മേശപ്പുറത്ത് കൈകൊണ്ട് ശക്തമായി അടിച്ചു. ഇനി ഇത് നടക്കില്ല ക്രിസ്റ്റി. ഈ കാണുന്ന ആലപ്പാട്ട് സ്വത്തിൻ്റെയും സ്വത്തുക്കളുടെയും ബിസിനസ്സും നിന്റെ പേരിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു നിബന്ധന നീ അനുസരിക്കണം. ഞാൻ പറയുന്ന കുടുംബത്തിലെ പെണ്ണിനെ നീ വിവാഹം കഴിക്കണം. അതിന് നീ തയ്യാറല്ലെങ്കിൽ ഈ തറവാട്ടിൽ നിന്നും നീ ഇപ്പോൾ ഇറങ്ങിപ്പോകണം. ഒരു നയ പൈസയുടെ സ്വത്ത് നിന്റെ ഈ കൈകളിൽ ഞാൻ വെച്ച് തരില്ല. ഇത് തോമസ് ആലപ്പാട്ടിൻ്റെ അവസാനത്തെ തീരുമാനമാണ്. തോമസിന്റെ ആ പ്രഖ്യാപനം കേട്ടിട്ടും ക്രിസ്റ്റി ഭയന്നില്ല. അവൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ആ ചിരി തോമസിന്റെ ഹൃദയത്തെ കൂടുതൽ മുറിപ്പെടുത്തി. സ്വത്തോ? അതോർത്ത് അപ്പൻ പേടിക്കേണ്ട. എനിക്ക് ജീവിക്കാൻ അപ്പൻ്റെ ഈ എസ്റ്റേറ്റുകളുടെ ആവശ്യമില്ല, ക്രിസ്റ്റി പറഞ്ഞു. കൃത്യം അതേ സമയത്താണ് ആ വലിയ ബംഗ്ലാവിന്റെ പ്രധാന വാതിൽ തുറന്ന് ഇടവക വികാരിയായ ഫാദർ മാത്യു അകത്തേക്ക് കടന്നു വന്നത്. നനഞ്ഞ കുട വശത്തേക്ക് വെച്ച് അയാൾ കലുഷിതമായിരിക്കുന്ന അവിടുത്തെ അന്തരീക്ഷം കണ്ട് അച്ഛൻ പതുക്കെ അവർക്കരികിലേക്ക് വന്നു. തോമസിന്റെയും ക്രിസ്റ്റിയുടെയും വഴക്ക് തീർക്കാനും ക്രിസ്റ്റി ഒന്ന് ബുദ്ധി ഉപദേശിപ്പിക്കുവാനും വേണ്ടിയാണ് അപ്പൻ തോമസ് അച്ഛനെ പ്രത്യേകം വിളിച്ചു വരുത്തിയത്. എന്താ തോമാച്ച ഇവിടെ? ഈ മഴയത്ത് ബഹളം വയ്ക്കാതെ രണ്ടുപേരും ഒന്ന് ഇരിക്ക്, ഫാദർ മാത്യു ശാന്തമായി പറഞ്ഞു. തുടർന്ന് അച്ഛൻ ക്രിസ്റ്റിയുടെ അരികിലേക്ക് തിരിഞ്ഞു. ക്രിസ്റ്റി മോനെ, നീ ഇത്രയും വലിയൊരു തറവാട്ടിലെ മകനല്ലേ? അപ്പം പറയുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു വിവാഹം കഴിഞ്ഞ് ഉത്തരവാദിത്തമുള്ളൊരു കുടുംബനാഥനായാൽ നിന്റെ ഈ ചീത്ത സ്വഭാവങ്ങളൊക്കെ പതുക്കെ മാറും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. വികാരിയച്ഛൻ്റെ ഉപദേശം കേട്ടതും ക്രിസ്റ്റിയുടെ മുഖത്തെ പരിഹാസം മാറി. പകരം ക്രൂരമായൊരു ഭാവം വന്നു. അവൻ സോഫയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. അച്ഛൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, അച്ഛൻ എന്നെ ഉപദേശിക്കാൻ വരണ്ട. ഈ തറവാട്ടിലെ അന്തസ്സും സ്വത്തുക്കളും മാത്രമാണ് നിങ്ങളെയൊക്കെ നയിക്കുന്നത്. അപ്പൻ എന്നെ നേരെയാക്കണ്ടേ? ഈ നാട്ടുകാർക്ക് മുന്നിൽ എനിക്കൊരു കല്യാണം കഴിക്കണം അല്ലേ? എന്നാൽ എനിക്കൊരു നിബന്ധനയുണ്ട്. ക്രിസ്റ്റി അല്പം മുന്നോട്ട് നടന്ന വികാരിയച്ഛൻ്റെ നേരെ നോക്കി അപ്രതീക്ഷിതമായി ആ വെല്ലുവിളി എറിഞ്ഞു. നിങ്ങളുടെ കോൺവെൻറ്റിൽ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് നാളെ സിസ്റ്ററാകാൻ വ്രതമെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ ക്ലാരിസയിലെ ആ ക്ലാരയെ തന്നെ എനിക്ക് കെട്ടണം. ആ പെണ്ണിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. അതിന് ഈ പള്ളിയിലച്ഛൻ തന്നെ മുൻകൈ എടുക്കണം. നാളെ തന്നെ അച്ഛൻ കോൺവെൻറ്റിൽ ചെന്ന് ഈ ആലോചന പറയണം. ക്രിസ്റ്റിയുടെ ആ വാക്കുകൾ കേട്ട് ഫാദർ മാത്യുവും തോമസ് ആലപ്പാട്ടും ഞെട്ടിത്തരിച്ചു പോയി. അവർ ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരുന്നു അവൻ പറഞ്ഞത്. നീ എന്തൊക്കെയായി പറയുന്നത് ക്രിസ്റ്റി? ദൈവവിളി ഉണ്ടായി തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാൻ ഉറച്ച് പ്രാർത്ഥനയോടെ കഴിയുന്നൊരു പാവം കുട്ടിയാണവൾ. അവളെപ്പോലൊരു കുട്ടിയെ നിന്നെപ്പോലൊരു താന്തോന്നിക്ക് കല്യാണം കഴിച്ചു തരാൻ പള്ളിക്ക് ഭ്രാന്താണോ?
ഫാദർ മാത്യു ദേഷ്യത്തോട് ചോദിച്ചു. ക്രിസ്റ്റി തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. പുക പതുക്കെ മുകളിലേക്ക് വിട്ടുകൊണ്ട് അവൻ പറഞ്ഞു, അച്ഛൻ അത്ര ധൃതിപ്പെട്ട് നോ പറയണ്ട. അച്ഛൻ വിചാരിച്ചാൽ ഈ കല്യാണം നടക്കും. ഇനി അച്ഛൻ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ പള്ളിയുടെ കീഴിൽ നടക്കുന്ന വലിയ സ്കൂളില്ലേ, അതിരിക്കുന്ന 5 ഏക്കർ ഭൂമി എൻ്റെ മുത്തശ്ശൻ പള്ളിക്ക് എഴുതി കൊടുത്തതാണ്. എന്നാൽ ആ ഓസ്യത്തിൽ ചില നിയമപരമായ പഴുതുകളുണ്ട്. ഞാൻ വിചാരിച്ചാൽ നാളെ തന്നെ ആ ഭൂമി ആലപ്പാട്ട് ഗ്രൂപ്പ് തിരിച്ചു പിടിക്കും. കേസ് കോടതിയിലെത്തുമ്പോൾ സ്കൂൾ പൂട്ടേണ്ടി വരും. അത് പള്ളിക്കും അച്ഛനും വലിയ നാണക്കേടാവും. ഈ പള്ളിമേടയുടെ അന്തസ്സ് തെരുവിൽ കിടന്ന് വിലപിക്കും. ഉറപ്പാ. അവൻ്റെ ആ ഭീഷണിക്ക് മുന്നിൽ വികാരിയച്ഛൻ്റെ നാവിറങ്ങിപ്പോയി. അവൻ വെറുതെ പറയുകയല്ലെന്ന് അച്ഛന് കൃത്യമായി അറിയാമായിരുന്നു. അത്രയ്ക്ക് കടുപ്പക്കാരനാണ് ക്രിസ്റ്റി. നീ ഇത്രയും നീചനാകരുത്. ആ കുട്ടിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, അച്ഛൻ അപേക്ഷിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. എനിക്കതൊന്നും അറിയേണ്ട അച്ഛാ. ഒന്നുകിൽ ആ പെണ്ണിൻ്റെ കഴുത്തിൽ ഞാൻ മിന്നു കെട്ടും, അല്ലെങ്കിൽ ഈ പള്ളിയുടെയും കോൺവെൻറ്റിൻ്റെയും സമാധാനം ഞാൻ കളയും. 2 ദിവസത്തെ സമയം ഞാൻ തരുന്നു. തീരുമാനം അച്ഛൻ്റേതാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റി തൻ്റെ മധ്യ ഗ്ലാസും എടുത്ത് മുകളിലത്തെ മുറിയിലേക്ക് നടന്നുപോയി. താഴെ ഹാളിൽ തകർന്ന മനസ്സോടെ തോമസ് ആലപ്പാട്ടിനും വികാരിയച്ഛനും പരസ്പരം നോക്കി നിൽക്കുകയായിരുന്നു. പുറത്തെ മഴ അതിൻ്റെ സർവശക്തിയും എടുത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ഉള്ളിൽ ജനിക്കാൻ പോകുന്ന വലിയൊരു കൊടുങ്കാറ്റിൻ്റെ സൂചന നൽകിക്കൊണ്ട്. കൊടുങ്കാറ്റിലേക്ക് വീണ ഇല ആലപ്പാട്ടെ ബംഗ്ലാവിനെ ഉലച്ചു കളഞ്ഞ കനത്ത മഴ പെയ്തൊഴിഞ്ഞിരുന്നില്ല. നേരം പുലർന്നിട്ടും ആകാശം കറുത്തിരുണ്ടു. പള്ളിയോട് ചേർന്നുള്ള വിശുദ്ധ ഫ്രാൻസിസ് കോൺവെൻറ്റിൻ്റെ ചാപ്പലിൽ അപ്പോഴും ഒരു ശാന്തത തളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. മെഴുകുതിരികളുടെ നേർത്ത വെളിച്ചത്തിൽ രൂപക്കൂടിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുകയായിരുന്നു ക്ലാര. വെളുത്ത വസ്ത്രം ധരിച്ച് മനസ്സ് മുഴുവൻ ഈശ്വര ചിന്തകളിൽ മാത്രം അർപ്പിച്ച് നാളെ നടക്കാനിരിക്കുന്ന തൻ്റെ ആദ്യ വ്രതവാഗ്ദാന ചടങ്ങിനായി ഒരുങ്ങുകയായിരുന്നു അവൾ. ലൗകികമായ എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് സന്യാസ ജീവിതം സ്വീകരിക്കുക എന്നത് കുട്ടിക്കാലം മുതലേ ക്ലാരയുടെ ഒരേ ഒരു സ്വപ്നമായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണുകൾ തുറന്ന ക്ലാരയുടെ മുഖത്ത് സ്വർഗീയമായൊരു പ്രശാന്തതയുണ്ടായിരുന്നു. എന്നാൽ ആ ശാന്തത അധിക നേരം നീണ്ടു നിന്നില്ല. ചാപ്പലിൻ്റെ വാതിൽക്കൽ ആകെ പരിഭ്രാന്തിയോടെ മദർ സുപ്പീരിയരും ഇടവക വികാരി ഫാദർ മാത്യുവും നിൽക്കുന്നത് അവൾ കണ്ടു. അച്ഛൻ്റെ മുഖത്ത് വല്ലാത്തൊരു വിളർച്ചയുണ്ടായിരുന്നു. ക്ലാര മോളെ, ഒന്നിങ്ങോട്ട് വരുമോ? അച്ഛന് മോളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. മദർ സുപ്പീരിയറുടെ ശബ്ദത്തിൽ എപ്പോഴുമില്ലാത്തൊരു വിറയലുണ്ടായിരുന്നു. ക്ലാര പതുക്കെ എഴുന്നേറ്റ് അവർക്കരികിലേക്ക് നടന്നു. കോൺവെൻറ്റിൻ്റെ ചെറിയ മുറിയിൽ വന്നിരുന്നപ്പോൾ ഫാദർ മാത്യു എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാതെ വിഷമിച്ചു. ഒടുവിൽ തലേദിവസം രാത്രി ആലപ്പാട്ട് ബംഗ്ലാവിൽ വെച്ച് ക്രിസ്റ്റി നടത്തിയ ആ ക്രൂരമായ വെല്ലുവിളിയെക്കുറിച്ചും പള്ളിയുടെ സ്കൂൾ ഭൂമി തിരിച്ചു പിടിക്കുമെന്ന ഭീഷണിയെക്കുറിച്ചും അച്ഛൻ ക്ലാരയോട് തുറന്നു പറഞ്ഞു. അച്ഛൻ്റെ വാക്കുകൾ കേൾക്കെ ക്ലാരയുടെ ലോകം പെട്ടെന്ന് നിശ്ചലമായതുപോലെ തോന്നി. അവളുടെ കൈകൾ വിറച്ചു, കണ്ണുകളിൽ അവിശ്വാസം നിറഞ്ഞു. എന്തൊക്കെയാണ് അച്ഛൻ ഈ പറയുന്നത്? ഞാൻ നാളെ വ്രതമെടുക്കാൻ പോകുന്നതല്ലേ? ആ ക്രിസ്റ്റി എന്നെ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ? ക്ലാരയ്ക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവളുടെ തൊണ്ടയിടറി. എനിക്കറിയാം മോളെ, അവനൊരു താന്തോന്നിയാണ്. അപ്പനോടുള്ള വാശിക്കും അഹങ്കാരത്തിനും വേണ്ടി അവൻ ആരെയും കരുവാക്കും. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ആ സ്കൂൾ ഭൂമി നഷ്ടപ്പെട്ടാൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട 100 കണക്കിന് കുട്ടികളുടെ പഠിപ്പാണ് മുടങ്ങുന്നത്. മാത്രമല്ല, പള്ളിക്ക് കോടതി കയറേണ്ടി വരുന്നത് വലിയൊരു നാണക്കേടാണ്.
എനിക്ക് നിന്നെ നിർബന്ധിക്കാൻ ഒട്ടും അവകാശമില്ല. നിന്റെ ദൈവവിളി തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ നമ്മുടെ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ്, അച്ഛൻ തല താഴ്ത്തി സങ്കടത്തോടെ പറഞ്ഞു. മദർ സുപ്പീരിയർ ക്ലാരയുടെ തോളിൽ കൈവച്ചു. മോളെ, ഇതൊരു വലിയ പരീക്ഷണമാണ്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യാഗം ചെയ്യുക എന്നതായിരിക്കും ദൈവം നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന വഴി. താൻ കെട്ടിപ്പടുത്ത സ്വപ്നങ്ങളും പ്രാർത്ഥനാ ലോകവും ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുന്നത് ക്ലാര കണ്ടു. ആ മുറിയിലെ വലിയ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ പള്ളിക്കൂടാരത്തിൻ്റെ മുറ്റത്ത് കളിച്ചു നടക്കുന്ന പാവപ്പെട്ട കുട്ടികളെ അവൾ കണ്ടു. തൻ്റെ ഒരു ഇല്ല എന്ന മറുപടി കാരണം ആ കുട്ടികളുടെ ഭാവി ഇരുട്ടിലാകുമെന്ന ചിന്ത അവളെ അസ്വസ്ഥയാക്കി. ഒടുവിൽ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ആ കടുത്ത തീരുമാനമെടുത്തു. ഞാൻ വിവാഹത്തിന് തയ്യാറാണച്ച. ആ ക്രിസ്റ്റിക്ക് എന്നെ തോൽപ്പിക്കണമെന്നല്ലേ ഉള്ളൂ. എൻ്റെ ജീവിതം കൊണ്ട് അത്രയും പേർക്ക് നന്മയുണ്ടാകുമെങ്കിൽ ഞാൻ ആ തീക്കനലിലേക്ക് നടക്കാൻ തയ്യാറാണ്. നിറഞ്ഞ കണ്ണുകളോടെ ക്ലാര പറഞ്ഞു. ക്രിസ്റ്റി വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. 2 ദിവസത്തിനുള്ളിൽ പള്ളിയിൽ വെച്ച് തന്നെ വിവാഹം വളരെ ലളിതമായി നടന്നു. നാട്ടുകാർ പലരും അത്ഭുതപ്പെട്ടു. ചിലർ ക്ലാരയെ ഓർത്ത് സങ്കടപ്പെട്ടു. വിവാഹ ചടങ്ങുകൾ നടക്കുമ്പോൾ കഴുത്തിൽ മിന്നി വീഴുമ്പോഴും ക്ലാരയുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു. അവൾ മനസ്സിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കുകയായിരുന്നു. എന്നാൽ അവളുടെ അരികിൽ നിന്ന ക്രിസ്റ്റിയുടെ മുഖത്ത് ഒരു വില്ലൻ്റെ ക്രൂരമായ വിജയച്ചിരി മാത്രമാണ് ഉണ്ടായിരുന്നത്. താൻ വിചാരിച്ചതുപോലെ പള്ളിയെയും അപ്പനെയും ഒരുപോലെ ഒതുക്കാൻ കഴിഞ്ഞതിൻ്റെ അഹങ്കാരം അവൻ്റെ ആ നോട്ടത്തിലുണ്ടായിരുന്നു. വിവാഹത്തിനു ശേഷം ക്ലാര തൻ്റെ ചെറിയ പെട്ടിയുമായി ആലപ്പാട്ട് ബംഗ്ലാവിൻ്റെ വലിയ പടികൾ കയറി. ആഡംബരങ്ങളുടെ നടുവിലേക്കാണ് താൻ വരുന്നതെങ്കിലും ഒരു തടവറയിലേക്കാണ് താൻ നടന്നു നീങ്ങുന്നത് എന്ന ആ പാവം പെൺകുട്ടിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ബംഗ്ലാവിൻ്റെ വലിയ തിണ്ണയിൽ തോമസ് ആലപ്പാട്ട് അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. മകൻ്റെ ഈ ക്രൂരമായ വാശിയോട് അയാൾക്ക് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും ക്ലാരയോട് അയാൾക്ക് വലിയ ബഹുമാനവും സങ്കടവും തോന്നി. മോളെ ക്ലാര, നീ ഈ വീട്ടിലേക്ക് വന്നത് വലിയൊരു നന്മയായിട്ടാണ് ഞാൻ കാണുന്നത്. അവൻ നിന്നെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല, തോമസ് വികാരാധീനനായി പറഞ്ഞു. എന്നാൽ ക്രിസ്റ്റി അപ്പനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ക്ലാരയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മുകളിലെ തൻ്റെ കിടപ്പുമുറിയിലേക്ക് നടന്നു. ആ മുറിയുടെ കതക് അവൻ ശക്തിയായി അടച്ചപ്പോൾ ക്ലാരയും ഭയം കൊണ്ട് വിറച്ചുപോയി. ആ വലിയ കിടപ്പുമുറിയുടെ വാതിൽ ക്രിസ്റ്റി പുറകിൽ നിന്നും ശക്തിയായി അടച്ചു. അപ്പോഴുണ്ടായ ശബ്ദം കേട്ട് ക്ലാര ഞെട്ടി. വാതിലിൻ്റെ കൊട്ടി വീഴുന്ന ശബ്ദം അവളുടെ നെഞ്ചിൽ ഭയത്തിൻ്റെ പുതിയൊരു മിടിപ്പായി മാറി. ആഡംബരം ഒട്ടും കുറയാത്ത വലിയൊരു മുറിയായിരുന്നു അത്. വലിയ കിങ് സൈസ് കട്ടിൽ, അതിനപ്പുറം വലിയൊരു ഗ്ലാസ് വിൻഡോ, വില കൂടിയ പെയിൻറ്റിങ്ങുകൾ, ഒരു വശത്ത് വലിയൊരു LED TV, എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ആ മുറിയിലെ അന്തരീക്ഷം തികച്ചും വിചിത്രമായിരുന്നു. നീലയും മഞ്ഞയും കലർന്ന മങ്ങിയ ലൈറ്റുകൾ മാത്രമാണ് അവിടെ കത്തുന്നത്. ഇരുണ്ട നിഴലുകൾ വീണ ആ മുറിക്കൊരു തടവറയുടെ മൂടായിരുന്നു. ക്ലാര തൻ്റെ കയ്യിലെ ചെറിയ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കട്ടിലിൻ്റെ ഒരു വശത്ത് ഭയത്തോടെ നിന്നു. അവളുടെ തലയിലെ ആ കല്യാണ മണ്ഡപത്തിലെ മുല്ലപ്പൂക്കൾ പതുക്കെ വാടി തുടങ്ങിയിരുന്നു. കഴുത്തിലെ പുതിയ മിന്നിലേക്ക് നോക്കാൻ പോലും അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ക്രിസ്റ്റി അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നേരെ പോയത് മുറിയുടെ വശത്തിരുന്ന ചെറിയ ഫ്രിഡ്ജിൻ്റെ അരികിലേക്കാണ്. അതിൽ നിന്നും ഒരു വിസ്കിയുടെ കുപ്പിയെടുത്ത് അവൻ ഗ്ലാസ്സിലേക്ക് പകർന്നു. ഐസ് ക്യൂബുകൾ ഇട്ട ഗ്ലാസ് കയ്യിലെടുത്ത് അവൻ പതിയെ ക്ലാരയുടെ അരികിലേക്ക് നടന്നു. അവൻ്റെ ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കുമ്പോൾ ക്ലാര അത്രമാത്രം പിന്നിലേക്ക് മാറി ചുവരിൽ ഒട്ടി നിന്നു. എന്താടി, പേടിയാകുന്നുണ്ടോ? ക്രിസ്റ്റി ഒരു ക്രൂരമായ ചിരിയോട് ചോദിച്ചു. അവൻ ഗ്ലാസ്സിലെ മദ്യം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. ഒന്നും മിണ്ടാതെ ക്ലാര തല താഴ്ത്തി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. കരച്ചിൽ തുടങ്ങിക്കോ, കാരണം ഇനിയുള്ള നിന്റെ ജീവിതം ഈ കരച്ചിലിൻ്റെ മാത്രമായിരിക്കും.
നീ വിചാരിച്ചോ നിന്നെ ഞാൻ വലിയൊരു ആലപ്പാട്ട് തറവാട്ടിലെ മരുമകളാക്കി വാഴിക്കാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്? നിന്റെ ഈ പാതി സന്യാസിനി ലുക്ക് കണ്ട് പ്രേമം തോന്നി കെട്ടിയതാണെന്നാണോ നിന്റെ വിചാരം? ക്രിസ്റ്റി ദേഷ്യത്തോടെ ഗ്ലാസ് മേശപ്പുറത്തേക്ക് തട്ടി വെച്ചു. അവൻ പെട്ടെന്ന് മുന്നോട്ട് വന്ന ക്ലാരയുടെ തോളിൽ കുത്തിപ്പിടിച്ചു. അവൻ്റെ കൈകളുടെ ശക്തിയിൽ അവൾക്ക് വേദനിച്ചെങ്കിലും അവൾ ഒച്ച വെച്ചില്ല. ഇവിടെ നോക്കടി, അവൻ ആജ്ഞാപിച്ചു. ക്ലാര പേടിയോടെയാണ് അവൻ്റെ ചുവന്ന കണ്ണുകളിലേക്ക് നോക്കിയത്. എൻ്റെ അപ്പൻ ആലപ്പാട്ടുണ്ടല്ലോ, തോമസ് ആലപ്പാട്ട്, പുള്ളിക്ക് എന്നേക്കാൾ വലുത് ഈ നാട്ടിലെ അദ്ദേഹത്തിൻ്റെ അന്തസ്സും പണവുമാണ്. നീ ആ കോൺവെൻറ്റിൽ വ്രതമെടുത്ത സിസ്റ്ററായാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ റബ്ബർ എസ്റ്റേറ്റ് മുഴുവൻ പള്ളിയുടെ ചാരിറ്റി ട്രസ്റ്റിന് എഴുതി കൊടുക്കുമെന്ന് അപ്പൻ ഒസിയത്ത് വെച്ചിരുന്നു. എന്നെ തോൽപ്പിക്കാൻ അപ്പൻ കണ്ടുപിടിച്ച വഴിയായിരുന്നു അത്. ആ സ്വത്ത് എൻ്റെ കൈ വിട്ടു പോകാതിരിക്കാൻ അപ്പൻ്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായിട്ടാണ് നിന്റെ കഴുത്തിൽ ഞാൻ ഈ മിന്ന് കെട്ടിയത്. വെറും ഒരു കച്ചവടം, മനസ്സിലായോ നിനക്ക്? ക്രിസ്റ്റിയുടെ വാക്കുകൾ ക്ലാരയുടെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു. താൻ ദൈവത്തിന് സമർപ്പിക്കാൻ വെച്ച ജീവിതം വെറും ഒരു സ്വത്തിൻ്റെ പേരിൽ അപ്പനും മകനും തമ്മിലുള്ള കച്ചവടത്തിൻ്റെ കരുവായിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ ഉള്ളിലെ സങ്കടം ഒരു കൊടുങ്കാറ്റായി മാറി. നിന്റെ ആ പ്രാർത്ഥനയും വിശുദ്ധ പുസ്തകങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ മുറിക്കുള്ളിൽ മതി. അത് പുറത്തേക്കെങ്ങാനും എടുത്താൽ ഞാനത് കത്തിച്ചു കളയും. നാളെ മുതൽ ഈ വീട്ടിൽ നീ ജീവിക്കുന്നത് എൻ്റെ ഒരു നിഴൽ മാത്രമായിട്ടായിരിക്കണം. ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരടിമ. ക്രിസ്റ്റി അവളുടെ കൈകൾ ദേഷ്യത്തോടെ തട്ടി മാറ്റി. തുടർന്ന് അവൻ കട്ടിലിലേക്ക് വീണു. മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ വേഗത്തിൽ ഉറക്കത്തിലേക്ക് വീണു. എന്നാൽ കട്ടിലിൻ്റെ അരികിലെ തറയിലിരുന്ന് ആ ആഡംബര മുറിയുടെ ഇരുട്ടിലേക്ക് നോക്കി ക്ലാര ആ രാത്രി മുഴുവൻ കരയുകയായിരുന്നു. പ്രാർത്ഥിക്കാൻ പോലും മറന്നുപോയൊരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു അവൾ. ആദ്യരാത്രിക്ക് ശേഷം ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. ആലപ്പാട്ട് ബംഗ്ലാവിലെ ജീവിതം ക്ലാരയ്ക്കൊട്ടും എളുപ്പമുള്ളതായിരുന്നില്ല. ക്രിസ്റ്റി എപ്പോഴും മദ്യപിച്ചാണ് വീട്ടിലെത്തിയിരുന്നത്. വീട്ടിലുള്ളപ്പോഴൊക്കെ അവൻ അവളെ മാനസികമായി ദ്രോഹിച്ചു കൊണ്ടിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ കളിയാക്കുകയും അവഗണിക്കുകയും ചെയ്യും. എന്നാൽ ക്ലാര അവൻ്റെ ഓരോ വാക്കിന് പോലും തിരിച്ച് മറുപടി പറഞ്ഞില്ല. അവളെല്ലാം നിശബ്ദമായി സഹിച്ചു. കോൺവെൻറ്റിൽ പഠിച്ച ശാന്തതയും പ്രാർത്ഥനാ മനസ്സും കൈവിടാതെ അവൾ വലിയ ബംഗ്ലാവിലെ ജോലികളിൽ മുഴുകി. അപ്പൻ തോമസ് ആലപ്പാട്ടിന് കൃത്യസമയത്ത് മരുന്നും ഭക്ഷണവും നൽകുന്നതും വീട്ടിലെ ജോലിക്കാരോട് സ്നേഹത്തോടെ പെരുമാറുന്നതുമെല്ലാം ക്ലാരയുടെ പതിവായി മാറി. പതുക്കെ പതുക്കെ ആ വലിയ വീട്ടിലെ എല്ലാവർക്കും അവളോട് ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനവും തോന്നി തുടങ്ങി. തങ്ങളെ തകർക്കാൻ വന്നൊരു ശത്രുവല്ല, മറിച്ച് ആ വീടിൻ്റെ ഐശ്വര്യമാണ് അവളെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഒരു ദിവസം രാത്രി, സമയം 12 കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. ക്രിസ്റ്റി അപ്പോഴും വീട്ടിലെത്തിയിരുന്നില്ല. ഹാളിലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ക്ലാര അവനെ കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അവൾ വേഗം ചെന്ന് വാതിൽ തുറന്നു. അമിതമായി മദ്യപിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ക്രിസ്റ്റി. കാറിൽ നിന്നും ഇറങ്ങി പടികൾ കയറാൻ തുടങ്ങി അവൻ കാല് തെറ്റി കോൺക്രീറ്റ് പടികളിലേക്ക് മലർന്നടിച്ചു വീണു. അവൻ്റെ തല ബംഗ്ലാവിൻ്റെ വലിയ തൂണിലിടിച്ചു. ക്രിസ്റ്റി ക്ലാര ഭയത്തോടെ ഉറക്കം നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു. അവൻ്റെ നെറ്റിയിൽ നിന്നും ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൻ അബോധാവസ്ഥയിലായിരുന്നു. വീട്ടിലെ ജോലിക്കാരെയും കൂട്ടി ക്ലാര അവനെ താങ്ങിപ്പിടിച്ച് വളരെ കഷ്ടപ്പെട്ട് മുകളിലെ മുറിയിലെത്തിച്ചു. ഡോക്ടറെ വിളിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അവൾ തന്നെ കട്ടിലിരുന്ന് പ്രഥമ ശുശ്രൂഷ പെട്ടിയെടുത്ത് അവൻ്റെ മുറിവ് വൃത്തിയാക്കി. ഡെറ്റോൾ പുരട്ടുമ്പോൾ വേദന കൊണ്ട് ഉറക്കത്തിൽ ക്രിസ്റ്റി പിടയുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ തല പതുക്കെ മടിയിൽ വെച്ച് ആ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി. രാത്രി മുഴുവൻ ക്ലാര ഉറങ്ങിയില്ല. ഒരു ചെറിയ പാത്രത്തിൽ തണുത്ത വെള്ളമെടുത്ത് തുണി മുക്കി അവൾ അവൻ്റെ നെറ്റിയിൽ വച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ പനി കുറയാൻ വേണ്ടി അവൾ നോക്കിയിരുന്നു. തന്നോട് ഇത്രയൊക്കെ ക്രൂരത കാണിച്ചിട്ടും തൻ്റെ ജീവിതം തകർത്തവനായിട്ടുകൂടി അവൾ അവന് വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ജനലിലൂടെ സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് അടിച്ചു കയറി. പതുക്കെ കണ്ണുകൾ തുറന്ന ക്രിസ്റ്റിക്ക് തലയ്ക്ക് കടുത്ത വേദന തോന്നി. അവൻ നെറ്റിയിൽ കൈവച്ചപ്പോൾ അവിടെ ഒരു തുണി നനച്ചിട്ടിരിക്കുന്നത് കണ്ടു. അവൻ പതിയെ തിരിഞ്ഞു നോക്കി. കട്ടിലിൻ്റെ വശത്തിരുന്ന കസേരയിൽ തലചായ്ച്ച് ക്ഷീണത്തോടെ ഉറങ്ങുന്ന ക്ലാരയാണ് അവൻ കണ്ടത്. അവളുടെ കൈകൾ അപ്പോഴും അവൻ്റെ ഒരു കൈയിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ കരഞ്ഞു കലങ്ങിയതിൻ്റെ അടയാളങ്ങൾ വ്യക്തമായിരുന്നു.
മേശപ്പുറത്തിരുന്ന ചോര പുരണ്ട പഞ്ഞിയും മരുന്നുകളും കണ്ടപ്പോൾ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലായി. താൻ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അപമാനിച്ചിട്ടും സ്വന്തം ജീവൻ പോലും നോക്കാതെ രാത്രി മുഴുവൻ ഉറക്കമിളച്ച് തന്നെ പരിചരിച്ച ഈ പെൺകുട്ടിയുടെ മനസ്സ് അവനിൽ ആദ്യമായി ഒരു വലിയ കുറ്റബോധമുണ്ടാക്കി. അവളുടെ ആ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ക്രിസ്റ്റിയുടെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെ കോട്ട പതുക്കെ തകരുന്നത് പോലെ അവന് തോന്നി. അവളുടെ നേർക്കുള്ള അവൻ്റെ കടുത്ത നോട്ടങ്ങൾ പതുക്കെ സങ്കടത്തിലേക്കും ആദരവിലേക്കും വഴിമാറാൻ തുടങ്ങി. അവളെ തോൽപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച ക്രിസ്റ്റി ആലപ്പാട്ട് പതുക്കെ അവളുടെ നന്മയ്ക്ക് മുന്നിൽ സ്വന്തം അഹങ്കാരം തോറ്റുകൊടുക്കുകയാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. ആ ബംഗ്ലാവിലേക്ക് ഉലച്ച വലിയ കൊടുങ്കാറ്റ് പതുക്കെ അടങ്ങി. അവിടെ ഒരു പുതിയ പ്രണയത്തിൻ്റെയും മാറ്റത്തിൻ്റെയും കാറ്റ് വീശാൻ തുടങ്ങിയിരുന്നു. ശുഭം.